നമസ്കാരം, സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് തുടക്കം. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിന് മറ്റൊരു പൊൻതൂവൽ ചാർത്തി കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളം ശ്രദ്ധേയമായി. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹർജി പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് തുടക്കം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ഇന്നു മുതൽ പരീക്ഷകൾ ആരംഭിക്കുന്നത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതൽ പരീക്ഷ തുടങ്ങും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 26-നാണ് പരീക്ഷകൾ സമാപിക്കുന്നത്. പരീക്ഷാ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ആ പരീക്ഷ 29-ന് നടക്കും. 1-2 ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് സമയപരിധി ഉണ്ടാകില്ല. അതേസമയം തൃശൂരിൽ നടക്കാനിരുന്ന ഓണപരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിന് മറ്റൊരു പൊൻതൂവൽ ചാർത്തി കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളം ശ്രദ്ധേയമായി. പാതിരാക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്ന അരങ്ങേറ്റം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിനീത് വാസുദേവനായിരുന്നു കലാക്ഷേത്രം ഗുരുനാഥൻ. ജിതിൻ കള്ളാറ്റ്, പോർക്കുളം ഭാസ്കരൻ മേളത്തിന് നേതൃത്വം നൽകി. ആദ്യോയിത്, അക്ഷയ്ജ്, അശ്വജിത്ത്, വിശ്വജിത്ത്, ശ്രീഹരി തീർത്ഥ, കൃഷ്ണകൃപ, ഷീബ അനിൽകുമാർ, ധന്യ കിരൺ, MN ലതീന്ദ്രൻ, കൃഷ്ണകുമാർ അമ്പാടി കുന്നത്ത് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയവർ. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹർജി പരിഗണിക്കും. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വിവിധയിടങ്ങളിൽ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്ത് അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിന്റെ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് തന്നെ ഹൈക്കോടതി നിർത്തിവെച്ചത്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി നടപടിക്കെതിരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിനിടെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇതുവരെയും കരാർ കമ്പനിക്കോ ദേശീയപാത അതോറിറ്റിക്കോ സാധിച്ചിട്ടില്ല. ബലാത്സംഗ കേസിലെ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് കുര്യൻ തോമസിന്റെ ബെഞ്ചാകും പരിഗണിക്കുക. പോലീസ് ജാമ്യ ഹർജിയെ എതിർക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും വേടനെ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയെ അറിയിക്കും. 2021 മുതൽ 2023 വരെ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. പരാതിക്ക് പിന്നാലെ വേടനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒളിവിലാണെന്നാണ് വിവരം. വേടനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വേടൻ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5 തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി. ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട്. കേര പദ്ധതി 14 ലക്ഷം കർഷകർക്ക് പ്രയോജനപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ സംസ്ഥാനത്ത് 2365.5 കോടി രൂപയുടെ കേര പദ്ധതി ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്ന പദ്ധതിയിലൂടെ 4 ലക്ഷം കർഷകർക്ക് നേരിട്ടും 10 ലക്ഷം കർഷകർക്ക് പരോക്ഷമായും പ്രയോജനം ലഭിക്കും. 40 വർഷത്തിനു ശേഷമാണ് കാർഷിക മേഖലയ്ക്ക് മാത്രമായി ലോകബാങ്ക് പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ കാർഷിക വളർച്ച 2.1%. കേരളം 4.65% വളർച്ച നേടി. ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണിത്. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്
കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. വാർത്തകൾ തുടരുന്നു. GSTയിൽ അടിമുടി പരിഷ്കാരം. കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറയും. രാജ്യത്ത് 2 GST സ്ലാബുകൾ പാസ്സായാൽ പാസഞ്ചർ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറഞ്ഞേക്കും. ഒക്ടോബറോടെ നിരക്ക് കുറയ്ക്കാനും ചരക്ക് സേവന നികുതി ലളിതമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ GSTയിൽ അടിമുടി പരിഷ്കാരം കൊണ്ടുവരുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ദീപാവലി സമ്മാനമായിട്ടാകും പരിഷ്കരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഈ തീരുമാനം രാജ്യത്തെ യാത്രാ വാഹനങ്ങളുടെ വില കുറയാൻ ഇടയാക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവ് TN പ്രതാപന്റെ മൊഴിയെടുത്തു. വൈകിട്ട് 4 മണിക്ക് തൃശൂർ ACPക്ക് മുമ്പിലാണ് TN പ്രതാപൻ മൊഴി നൽകുക. കഴിഞ്ഞ ദിവസമാണ് പ്രതാപനെ പോലീസ് നോട്ടീസ് നൽകിയത്. തൃശൂരിൽ സ്ഥിരതാമസക്കാരൻ അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി മുക്കാട്ടുകരയിൽ നിയമവിരുദ്ധമായി 11 വോട്ടുകൾ ചേർത്തുവെന്നാണ് TN പ്രതാപന്റെ പരാതി. ജനതാ ഹാപ്പി ഹോം വടക്കാഞ്ചേരി ലൂവി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. 61 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങളും മുഖമുദ്രയാക്കിയ ജനതാ ഹാപ്പി ഹോംസ് വടക്കാഞ്ചേരി ലൂയി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനോ ചർച്ച് വികാരി ഫാദർ വർഗീസ് തരകൻ വെഞ്ചിരിപ്പ് കർമ്മവും ജനതാ ഗ്രൂപ്പ് സ്ഥാപകൻ KC ലൂയിസ് ആൻഡ് റോസി ലൂയിസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് EK കുമാരൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് വത്സലകുമാർ, ഡിവിഷൻ കൗൺസിലർ PN വൈശാഖൻ, TP ഗിരീശൻ, VV ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നടത്തി. വടക്കാഞ്ചേരിയിലെ ജനതാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ടുകാലം മുതൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്ഥാപനം കൂടി കടന്നു വരികയാണ്. വ്യാപാര രംഗത്ത് വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന രീതിയിൽ, വിശ്വാസ്യതയേർന്ന സ്ഥാപനം എന്ന രീതിയിൽ തുടർന്നും ഇതിന്റെ പ്രവർത്തനം സജീവമാവട്ടെ, വൻ വിജയമായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു. സന്തോഷമുള്ളൊരു ദിവസം. കാരണം ഞങ്ങളുടെ കാരണവരാണ് ലൂയിസ്. അദ്ദേഹം രണ്ടാമതൊരു കട തുടങ്ങുകയെന്ന് പറയുമ്പം അതേറെ സന്തോഷമാണ്. നേരത്തെ ഇവിടെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞൊരു കാര്യം, സത്യസന്ധമായിട്ടൊരു കച്ചവടം ചെയ്യണം എന്നുള്ള ഊന്നൽ നൽകിക്കൊണ്ടാണ് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ സത്യസന്ധത ഉണ്ടാവണം. അതിന്റെ ഒറ്റ തെളിവാണ് ലൂയിസേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന അവരുടെ ഗ്രൂപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊതുവെ പറയുന്ന ജനതാ ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ അവർ ചേട്ടനിയന്മാരൊക്കെ കൂടി വീണ്ടും ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. ലൂയിസേട്ടന്റെ ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാപനം 2 നിലയിൽ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് 3 നിലയുണ്ട്. 3 നിലയുണ്ട്. ഞാൻ 2 നില കയറിയത്. ആ 3 നിലയിലായിട്ട് അതിഗംഭീരമായ നിലയ്ക്കാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഇലക്ട്രോണിക്സിനൊക്കെ വളരെ ഏറെ സന്തോഷം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിലിന് പ്രത്യേക പദ്ധതിയൊരുക്കി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാരിന്റെ പ്രത്യേക പദ്ധതി. വകുപ്പിന്റെ കീഴിലുള്ള ITIകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ രാജ്യത്തും വിദേശത്തും ജോലി ഉറപ്പാക്കും. ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം, കമ്പ്യൂട്ടർ, AI പരിശീലനവും നൽകുന്നതിനുള്ള ലാബുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്ഥാപിക്കാൻ 42 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 46 ITIകളാണുള്ളത്. അവസാന വർഷ വിദ്യാർത്ഥികളായ 880 പേർക്ക് ഫൈനൽ പരീക്ഷ കഴിഞ്ഞാൽ തൊഴിലിനുള്ള അധിക ശേഷി പരിശീലനം നൽകും.
ഇന്റർവ്യൂ വിജയിച്ച് വിദേശ തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കും. 3 വർഷത്തിനിടെ പഠനം പൂർത്തിയാക്കിയവരിൽ തൊഴിൽ ആവശ്യമുള്ളവർക്ക് പരിശീലനം നൽകി തൊഴിൽ മേളയിൽ എത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷകൾക്ക് തുടക്കം. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിന് മറ്റൊരു പൊൻതൂവൽ ചാർത്തി കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളം ശ്രദ്ധേയമായി. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹർജി പരിഗണിക്കും. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.